അരുൺകുമാർ, പിണറായി സത്തെ എതിരിടാനാണ് അൻവർ ഇറങ്ങിയത്. നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്ത് ഒട്ടും എത്തിയിട്ടുമില്ല. അപ്പൊ ഇനിയിപ്പോ പിണറായി സത്തെ വെല്ലുവിളിക്കാൻ ഇറങ്ങിയ അൻവർ സതീശന്റെ സത്തെ എതിരിട്ടാൽ നിങ്ങൾ പിന്തുണയ്ക്കാൻ തയ്യാറാവുമോ? ഇവിടെ ഇപ്പോൾ സഖാവ് പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടി മത്സരിച്ച് രംഗത്ത് വന്ന് എല്ലാ തരത്തിലും ആക്രമണ പരമ്പരയ്ക്ക് നേതൃത്വം കൊടുത്ത നിരവധി ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിലിപ്പോൾ കോൺഗ്രസിന്റെ മുൻ KPCC പ്രസിഡന്റ് K സുധാകരനുണ്ട്, അതുപോലെ മുല്ലപ്പള്ളി രാമേന്ദ്രനുണ്ട്, അതിനുമുമ്പുള്ള VD സതീശനുണ്ട്, കുമ്മനം രാജശേഖരനുണ്ട്, K സുധാകരനുണ്ട്. ഇവരെല്ലാം സഖാവ് പിണറായി വിജയനെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞ് ഘട്ടത്തിനിറങ്ങിയത്. ഇടയ്ക്ക് വെച്ച് അവർ തന്നെ തോറ്റു പിന്മാറി തലയിൽ തൊപ്പിയിട്ട് പോകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. പിന്നെ ഈ പിണറായിസം എന്ന് ഇങ്ങനെ ഈ ശ്രീ അൻവർ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഇസോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. നമുക്കറിയാം, വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി സമയബന്ധിതമായി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന, ക്ഷേമ പദ്ധതികൾ കൃത്യമായിട്ട് നടപ്പാക്കുന്ന, ഒരു നവകേരളം നിർമ്മിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ, LDFന്റെ ഇടപെടലാണ് ആ ഇസം എന്ന് വിശേഷിപ്പിക്കുന്നെങ്കിൽ അത് ധൈര്യമായി തുടരുക തന്നെ ചെയ്യും. ഒരാളും ആ ഇസം അവസാനിപ്പിക്കാൻ ഇങ്ങ് വരണ്ട എന്നതാണ് പറയാനുള്ളത്. പിന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം എന്താണ്? ഇത്തരത്തിൽ ജനങ്ങളെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചിടണമായിരുന്നോ? ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചു, മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം രാജിവെച്ചു, വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു. അതിന്റെ ഭാഗമായി നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടി വന്നു. വീണ്ടും ജനങ്ങൾ നിലമ്പൂരിൽ വോട്ട് ചെയ്യാൻ പോകേണ്ടി വന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും അത് തെറ്റിദ്ധരിപ്പിച്ചത് വീണ്ടും പറയേണ്ടി വരുന്ന, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം കണ്ടു. സഖാവ് പിണറായി വിജയൻ എൻ്റെ അച്ഛനെ കൂട്ടാണ്, എൻ്റെ പിതാവിനെ കൂട്ടാണ് എന്ന് പൊതുവേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ട് 6 മാസമേ ആയുള്ളൂ. സഖാവ് മുഹമ്മദ് റിയാസ് ഏറ്റവും ചടുലതയുള്ള യുവാക്കളുടെ മന്ത്രിയാണെന്നും ഇത്ര വേഗതയിൽ കാര്യങ്ങൾ നടപ്പാക്കുന്ന മന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ലെന്നും പറഞ്ഞ് പൊതുവേദിയിൽ അദ്ദേഹത്തെ ഇരുത്തി സംസാരിച്ചിട്ടും 5-6 മാസമേ ആയുള്ളൂ. 2000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ LDF ഗവൺമെന്റ് നിലമ്പൂർ മണ്ഡലത്തിൽ അനുവദിച്ചു. ആ വികസനമാണ് ഇന്നന്ന വികസനം, റോഡ്, തോട്, മേൽപ്പാലങ്ങൾ, എല്ലാ വികസനങ്ങളും കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം 6 മാസം മുമ്പുള്ള പ്രസംഗമാണ്. ഇപ്പൊ നേരെ തിരിച്ചു പറയുന്നു, പിണറായിസമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ്. പക്ഷെ ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇവിടെ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ അദ്ദേഹത്തെ കൂട്ടാനും കൂട്ടാതിരിക്കാനും വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഞങ്ങളുടെ കൺസേൺ അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പറഞ്ഞു, വെള്ളിയാഴ്ച, കൃത്യമായി പറഞ്ഞാൽ 30-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. നാളെയാണ് സെക്രട്ടേറിയറ്റ്. ആ 12 ഉച്ചയോടുകൂടി ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഞങ്ങളുടെ സ്ഥാനാർത്ഥി വന്നില്ലല്ലോ എന്നോർത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ഒന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത്ര വേവലാതിയും പെടണ്ട. കൃത്യസമയത്ത് വരും, ചടുലതയോടെ പ്രവർത്തിക്കും. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയിക്കും. വികസന രാഷ്ട്രീയത്തിന് നിലമ്പൂരിലെ ജനങ്ങൾ അംഗീകാരം കൊടുക്കും. ഒരു സംശയവും വേണ്ട അതിൽ.